ഞാനിപ്പോൾ നിൽക്കുന്നത് കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ മുമ്പിലാണ്. ഇവിടെ ഓരോ മണൽത്തരിക്കും ഓരോ കഥകൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ആൽത്തറയുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ശ്രീനാരായണ ഗുരു കുഞ്ഞുനാളിൽ അദ്ദേഹത്തിൻ്റെ പേര് നാണു എന്നായിരുന്നു. അപ്പോൾ ഈ നാണു എന്ന പേരുള്ള ഈ ഒരു കുഞ്ഞു ബാലൻ അച്ഛനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വലിയ തമ്പുരാനാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്കൃതവും ബാക്കി ഉപനിഷത്തുകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തിയത് ഇവിടുത്തെ കിളിമാനൂർ കൊട്ടാരത്തിലെ അംഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്നൊക്കെ ഈ ജാതി വെറിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും ഇവർ അങ്ങനെയുള്ളൊരു ഐത്തോ കാര്യങ്ങളോ ഒന്നും വെച്ച് പുലർത്തിയിരുന്നില്ല. അപ്പോൾ അതുകൂടാതെ മാർത്താണ്ഡവർമ്മയുടെ അച്ഛൻ വീരരാഘവവർമ്മ ജനിച്ച സ്ഥലമാണിത്, ജനിച്ച വീടാണിത്, ജനിച്ച കൊട്ടാരമാണിത് കേട്ടോ. അപ്പോൾ വീരരാഘവവർമ്മയും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, അച്ഛനും മകനും തമ്മിലുള്ള അങ്ങനെ ഒരു ബന്ധം കിളിമാനൂർ കൊട്ടാരമായിട്ടുണ്ട്. കൂടാതെ ഇവിടെ വെച്ചാണ് ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതായത് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ച സമയത്ത് തന്നെ ഇവിടെ ഇതിൻ്റെ നേരെയായിട്ട് ഒരു അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ അയ്യപ്പ ക്ഷേത്രവും ഈ ഒരു കൊട്ടാരവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. രണ്ടും ഒരേ സമയത്ത് നിർമ്മിച്ചു. കൊട്ടാരത്തിലുള്ള ആൾക്കാരാണ് ആ ഒരു ക്ഷേത്രവും പരിപാലിച്ചു പോരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വെച്ചാണ്, ഈ ആൽത്തറയിൽ വെച്ചാണ് കേട്ടോ ഈ പള്ളിവേട്ട നടക്കുന്നത്. ഈ ഒരു ആൽത്തറയിൽ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അതുകൂടാതെ തിരുവിതാംകൂറിൻ്റെ തൊട്ട് താഴെ തന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് ഭരിക്കാമെന്നുള്ള ഒരു ശിലാഫലകവും നൽകി. ആ ശിലാഫലകം ഈ ഒരു ആൽത്തറയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ഈ 3 കാര്യങ്ങളാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ആൽത്തറയ്ക്ക് മാത്രം പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ മണൽത്തരിക്കും ഓരോ കഥകൾ നിങ്ങളോട് പറയാനുണ്ടെന്നുള്ളത്. രാജാ രവിവർമ്മ ജനിച്ചതും ഇവിടാണ്. അതൊക്കെ തന്നെ നാട് നീങ്ങിയതും ഇവിടെ വെച്ച് തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. ഇതൊക്കെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ഒരു ചില സുവർണ്ണ നിമിഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പാഴാക്കാതിരിക്കുക.